അമേരിക്കയിൽ H1B അല്ലെങ്കിൽ O1 വിസയിലെത്തി ഗ്രീൻ കാർഡ് അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? H1B അല്ലെങ്കിൽ O1 വിസയുടെ കാലാവധി കഴിയാറാകുകയും ഗ്രീൻ കാർഡ് അപേക്ഷ തീർപ്പാകാതെ കിടക്കുകയും ചെയ്യുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതാണ്. ഇത്തരത്തിൽ വിസ കാലാവധി കഴിയുകയും ഗ്രീൻ കാർഡ് അപേക്ഷ തീർപ്പാകാതെ വരികയും ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത്തരമൊരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം വിശദമാക്കി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഒരു ഇമിഗ്രേഷൻ അഭിഭാഷക. ഫ്ലോറിഡയിലെ IBP ഇമിഗ്രേഷൻ ലോയിലെ അഭിഭാഷകയായ ഇൻഗ്രീസ് പേരസ് ആണ് ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നും നിയമപരമായ സാധ്യതകൾ എന്തെല്ലാമാണെന്നും വിശദമാക്കുന്നത്. O1 H1B വിസകളിലൂടെ രണ്ട് ഉദ്ദേശങ്ങളും സാധ്യമാക്കാമെന്ന് ഇൻഗ്രിഡ് പെരേസ് പറയുന്നു. അതായത് US താമസിക്കാനും ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാനും ഇത് ഒരേ സമയം സാധ്യമാക്കുന്നു. എന്നാൽ നിയമങ്ങൾ ഇല്ല എന്നല്ല അർത്ഥമാക്കുന്നതെന്നും US താമസിക്കുന്ന കാലയളവിൽ വിസ നിബന്ധനകൾ പാലിക്കണമെന്നും അവർ പറഞ്ഞു. O1 അല്ലെങ്കിൽ H1B വിസയുടെ കാലാവധി കഴിയുകയും ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയുമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അഭിഭാഷക പറയുന്നത് ഇപ്രകാരമാണ്. അത്തരം സാഹചര്യങ്ങളിലും ഗ്രീൻ കാർഡ് അപേക്ഷ ആക്റ്റീവായി തുടരാം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അപേക്ഷ അംഗീകരിച്ചേക്കാം. എന്നാൽ നിങ്ങൾ നിയമപരമായി സ്റ്റാറ്റസ് നിലനിർത്തണമെന്ന് അഭിഭാഷക ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങൾ സ്റ്റാറ്റസ് തെറ്റിച്ചാലും അപേക്ഷ അംഗീകരിക്കപ്പെട്ടേക്കാം. പക്ഷേ സ്റ്റാറ്റസ് ക്രമീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കോൺസുലർ പ്രോസസ്സിംഗ് നടത്തേണ്ടി വരാമെന്നും കാലതാമസം നിഷേധിക്കൽ അല്ലെങ്കിൽ പിന്നീടുള്ള പരിശോധനകൾ എന്നിവ നേരിടേണ്ടി വരാമെന്നും അവർ വ്യക്തമാക്കി. വിസ സ്റ്റാറ്റസ് പ്രശ്നങ്ങൾ കാരണം വർഷങ്ങൾക്ക് ശേഷം ഗ്രീൻ കാർഡ് നിഷേധിക്കാൻ ഇടയാക്കുമെന്നാണ് അഭിഭാഷകയുടെ മുന്നറിയിപ്പ്. സ്റ്റാറ്റസ് പ്രശ്നങ്ങൾ അപേക്ഷയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതിനെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും സ്റ്റാറ്റസ് ക്രമീകരിക്കാൻ അപേക്ഷിക്കുമ്പോൾ അവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അഭിഭാഷക പറയുന്നു. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഉദ്യോഗസ്ഥൻ ഗ്രീൻ കാർഡ് നൽകുന്നതിനെ കുറിച്ച് തീരുമാനിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പരിശോധിക്കുകയും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ജോലി വിസ അപ്രൂവലുമായി യോജിച്ചില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സ്റ്റാറ്റസിൽ ആയിരുന്നില്ല എന്നൊക്കെ കണ്ടെത്തുകയും ചെയ്യും. അപ്പോഴാണ് ഗ്രീൻ കാർഡുകൾ നിഷേധിക്കപ്പെടുകയോ ആളുകളോട് പെട്ടെന്ന് രാജ്യം വിട്ടുപോകാൻ പറയുകയോ ചെയ്യാറെന്നും അഭിഭാഷക വിശദീകരിച്ചു. H1B വിസ ഉടമകൾ സ്പോൺസർ ചെയ്ത റോളിൽ തന്നെ ജോലി ചെയ്യണമെന്നും അഭിഭാഷക എടുത്തു പറഞ്ഞു. H1B വിസയുള്ളവർ അവരുടെ സ്പോൺസർ ചെയ്ത തൊഴിലുടമയ്ക്ക് വേണ്ടി അംഗീകൃത റോളിൽ തന്നെ ജോലി തുടരണം. O1 വിസയുള്ളവരും അംഗീകൃത ജോലിയുടെ പരിധിയിൽ തന്നെ തുടരണം. ചെറിയ വ്യതിചലനങ്ങൾ പോലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അഭിഭാഷക മുന്നറിയിപ്പ് നൽകി. ഇനി അനുവദിച്ച ഗ്രീൻ കാർഡുകളുടെ കണക്ക് നോക്കാം. 2023 സാമ്പത്തിക വർഷത്തിൽ അമേരിക്ക മൊത്തം 10 ലക്ഷത്തിലധികം ഗ്രീൻ കാർഡുകൾ അനുവദിച്ചു എന്നാണ് കണക്ക്. ഇതിൽ ഏകദേശം 1.4 ലക്ഷം തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡുകളാണ്. H1B O1 വിസയുള്ളവർ സാധാരണയായി EB2, EB3 അല്ലെങ്കിൽ EB1 പോലുള്ള വിഭാഗങ്ങളിലൂടെയാണ് ഗ്രീൻ കാർഡ് നേടുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഈ അപേക്ഷകളുടെ അംഗീകാര നിരക്ക് 91%. ഏകദേശം 5.83 ലക്ഷം H1B വിസയുള്ളവർ നിലവിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ തൊഴിൽ ദാതാക്കൾ നൽകുന്ന I-140 അപേക്ഷകളിലൂടെയാണ് ഗ്രീൻ കാർഡ് പ്രക്രിയ ആരംഭിക്കുന്നത്. എന്നാൽ വലിയ കാലതാമസം കാരണം പ്രതിവർഷം വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഗ്രീൻ കാർഡ് ലഭിക്കുന്നുള്ളൂ. 2023 ഏകദേശം 18 ലക്ഷം അപേക്ഷകൾ തീർപ്പാകാതെ കിടന്നിരുന്നു. ഇതിൽ ഏകദേശം 3% കേസുകൾ മാത്രമാണ് പ്രതിവർഷം മുന്നോട്ട് പോകുന്നത്. O1 വിസയുള്ളവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. 2023 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 19,000 O1 വിസകൾ അനുവദിച്ചു. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദങ്ങളിൽ ഇവരുടെ അപ്രൂവൽ റേറ്റ് 94.6%. ഇവർ EB1 അസാധാരണ കഴിവ് വിഭാഗത്തിലൂടെയാണ് ഗ്രീൻ കാർഡ് നേടുന്നത്. ഇതിന് തൊഴിൽ പരിശോധനകൾ ആവശ്യമില്ല. പലപ്പോഴും 2 വർഷത്തിനുള്ളിൽ തന്നെ ഗ്രീൻ കാർഡ് ലഭിക്കാറുണ്ട്.